വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസാധ്യതയെ തള്ളാതെ നിൽക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ഹുസൈൻ. ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിയും എന്ന സൂചനയാണ് പാക് പ്രതിരോധ മന്ത്രി നൽകുന്നത്. പാകിസ്ഥാനിലെ സമാർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഖാജ ഹുസൈന്റെ ഇന്ത്യക്കെതിരായ യുദ്ധസാധ്യത മുന്നറിയിപ്പ് നൽകുന്ന പ്രസ്താവനയുണ്ടായിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഏത് നിമിഷവും ഇന്ത്യയുമായി ഒരു യുദ്ധസാധ്യതയെ പാകിസ്ഥാൻ തള്ളിക്കളയുന്നില്ല എന്നാണ്. അത് പൂർണ്ണമായ ഒരു യുദ്ധമായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഘട്ടത്തിൽ പ്രത്യാക്രമണമായിരുന്നു ആ വേളയിൽ നടന്നിരുന്നതെങ്കിൽ ഇത്തവണ അത് പൂർണ്ണമായ യുദ്ധമായി മാറുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പരിപൂർണ ജാഗ്രതയിലാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ കരസേനാ മേധാവി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിന് മറുപടി എന്നോണമാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ കരസേനാ മേധാവി പറഞ്ഞത് കേവലം 88 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഒരു ട്രെയിലർ മാത്രമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഇന്ത്യൻ കരസേനാ മേധാവി പറഞ്ഞിരുന്നതെങ്കിൽ, എന്നാൽ അടുത്ത ഘട്ടം അങ്ങനെ ആയിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക സാങ്കേതിക കരുത്തിനെ കുറിച്ച് പാകിസ്ഥാന് വല്ല ബോധ്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് സമാർ ടിവിയിലെ ആ അഭിമുഖത്തിൽ ഖാജ ഹുസൈൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായ യുദ്ധം നടന്നേക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പങ്കുവെക്കുന്നത്. പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അടുത്തായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം വളരെയധികം വഷളായിരിക്കുന്ന സാഹചര്യമാണ്. അതിർത്തികളിൽ ഇന്ത്യയുടെ പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഡാം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. മാത്രവുമല്ല, ഡൽഹി സ്ഫോടനത്തിന് പിറകിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് ഇന്ത്യ ശക്തമായ സംശയങ്ങളും പാകിസ്ഥാന് മേൽ ഉന്നയിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ശക്തമായി ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത്. പാകിസ്ഥാനെ പിളർത്തി ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രം നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നെന്ന ആരോപണവും പാകിസ്ഥാൻ ഉന്നയിക്കുന്നതാണ്. ഇതിനെല്ലാം ഇടയിലാണ് അതിർത്തിയിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുള്ള പിരിമുറുക്കങ്ങളും നടക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാൻ സംഘർഷമുഖത്താണ്. അഫ്ഗാന് സഹായം നൽകുന്നത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ മന്ത്രിമാർ ഇന്ത്യയിലെത്തിയ അതേ ദിവസം തന്നെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ടത് എന്നത് പാകിസ്ഥാന്റെ സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖത്തിൽ ഖാജ ആസിഫ് പറഞ്ഞു വെക്കുന്നത് അഫ്ഗാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അഫ്ഗാനും പാകിസ്ഥാനും ഒരുപോലെ ഭീഷണിയാണ് എന്നാണ്. അഫ്ഗാനുമായുള്ള ബന്ധം മെച്ചപ്പെടാത്തതിന് പാകിസ്ഥാൻ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് കഴിയാത്തതിന് പിറകിൽ ഇന്ത്യയാണെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. അഭിമുഖത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ഏത് നിമിഷവും ഇന്ത്യയുടെ ആക്രമണത്തെ തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അതിനാൽ തങ്ങൾ കനത്ത ജാഗ്രതയിലാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ അഭിമുഖം അവസാനിപ്പിക്കുന്നത്.